ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നമ്മൾ പരീക്ഷേന്റെ സമയമാകുമ്പോൾ പരീക്ഷ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ തേടി നടക്കൂലേ. പരീക്ഷ ചോദ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. പരീക്ഷ ഏതും ആയിക്കോട്ടെ, മിക്ക പരീക്ഷയിലും കാണുന്ന ഒരു ചോദ്യമാണ് പോസ്റ്റർ തയ്യാറാക്കുക എന്നത്. എങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുക? ഇപ്പോൾ കാർഡിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് അതിൽ എഴുതേണ്ടത്? നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു കാർഡിന്റെ ഒരു നല്ലൊരു ചിത്രമൊക്കെ വരയ്ക്കുക. കാർഡ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ചിത്രം. എന്നിട്ട് കാർഡില്ലെങ്കിൽ നാം ഇല്ല. നല്ലൊരു വാചകല്ലേ, കാർഡില്ലെങ്കിൽ നാം ഇല്ല. നമുക്ക് അങ്ങനെ എഴുതാം. പിന്നെ ഇനി വേറൊരു ഉദാഹരണം, പരിസര മലിനീകരണം, പൊതുമാലിന്യങ്ങൾ അല്ലേ, അതൊന്നും പുറത്ത് നമ്മൾ നിക്ഷേപിക്കരുത് എന്നറിയാം. അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? ബോധവൽക്കരിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബോർഡ് സ്ഥാപിക്കുകയാണ്. അത് നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ്. ഇത് നോക്കൂ, ഈ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഇങ്ങനെയൊക്കെ ചിത്രമൊക്കെ ഇത് ടീച്ചർ എടുത്തതാണ്. പക്ഷെ നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ അറിയെങ്കിൽ പരീക്ഷയ്ക്ക് അവിടെയൊക്കെ ഇത് വെക്കുക. അതുപോലെ കൊതുകിന്റെ ഒക്കെ ഒരു ചിത്രം വേണമെങ്കിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആരോഗ്യം, സമ്പത്ത്, ശുചിത്വം പാലിക്കൂ, രോഗങ്ങൾ അകറ്റൂ. ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു പോസ്റ്ററിലെ വാചകങ്ങളായി. ഇപ്പൊ ബോർഡ് സ്ഥാപിക്കാനാണെങ്കിലും ഇത് മതി. ഏത് തരത്തിലും, ഇപ്പം കാടിനെ കുറിച്ച്, കാടിന്റെ പ്രാധാന്യത്തെ കുറിച്ചായാലും പരിസരത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതായാലും ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇങ്ങനെ ഇത്തരത്തിൽ വാചകങ്ങൾ എഴുതാം. മക്കളെ, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഒക്കെ വയ്ക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുക. എന്നിട്ട് അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ.